Good morning to all. In this session, we are going to discuss the various examples of conservation of angular momentum. അപ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എക്സാമ്പിളുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് മോഷൻ ഓഫ് എ പ്ലാനറ്റ്. Motion of a planet or a satellite in its orbit. ഓക്കെ, അതായത് സൂര്യന് ചുറ്റും വിവിധ ഗ്രഹങ്ങൾ കറങ്ങുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എർത്തിന് ചുറ്റും സാറ്റലൈറ്റുകൾ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലാനറ്റിന് ചുറ്റും സാറ്റലൈറ്റുകൾ ഓർബിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ചില എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എക്സാമ്പിൾ ആവുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. സോ മോഷൻ ഓഫ് എ പ്ലാനറ്റ് around the sun. Motion of a planet around the sun is an example of conservation of angular momentum. It's an example of conservation of angular momentum. സോ നമുക്കറിയാം ഒരു സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് വിത്ത് സൺ ആസ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ എന്നാണ് പറയുക. അത് നമ്മൾ കെപ്ലറിൻ്റെ പ്ലാനറ്ററി നിയമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഡീറ്റെയിൽഡായിട്ട് നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുമുണ്ട്. ഓക്കെ, സോ ദി പ്ലാനറ്റ് moves around the sun. The planet moves around the sun in an elliptical orbit. With sun as one of its foci. അതായത് നമ്മളിപ്പോൾ ഒരു സൺ പ്ലാനറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സപ്പോസ് ഇങ്ങനെ ഇത് പ്ലാനറ്റാണെന്ന് വിചാരിക്കുക. ഇത് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടി മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ സൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലാണ്. സോ ദിസ് ഈസ് സൺ ആൻഡ് ദിസ് ഈസ് പ്ലാനറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് സൺ. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്തുണ്ട്, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഈ സിസ്റ്റത്തിലെ സെൻട്രൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഓർബിറ്റിൽ കൂടി കറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനൊരു സെൻട്രൽ ഫോഴ്സ് ആവശ്യമാണ്. ആ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. സോ ഹിയർ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് acting on the planet is the central force. ഇനി നമുക്ക് ഈ സെൻട്രൽ ഫോഴ്സിനെ പറ്റി നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒരു സെൻട്രൽ ഫോഴ്സ്. സോ നമ്മൾ ഇതുകൂടി പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ വാട്ട് ഡു യു മീൻ ബൈ എ സെൻട്രൽ ഫോഴ്സ്? നമുക്കിങ്ങനെ പറയാം, ഇഫ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ is directed towards or away from a fixed point, and whose magnitude depends only on the distance from the fixed point, then it is called a central force. Okay, അതായത് a force which is directed towards or away from a fixed point and whose magnitude depends only on the ഡിസ്റ്റൻസ് ഫ്രം ദ ഫിക്സഡ് പോയിൻറ്റ്. സോ ഒരു സെൻട്രൽ ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ.
അപ്പോൾ അതായത് സപ്പോസ് ഒരു സെൻട്രൽ ഫോഴ്സ്, ഞാനൊരു ഫോഴ്സാണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ഇതൊരു സെൻട്രൽ ഫോഴ്സ് F(r) എന്ന് പറയുന്നത് എനിക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ F(r) ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ഹിയർ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഡിസ്റ്റൻസ്. ആംഗിളിനെയോ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സിസ് ആൻഡ് ദാറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. സോ ഒരു ഫോഴ്സിനെ F(r) ഇസ് ഈക്വൽ ടു സം F(r) ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് പറയുന്ന ഫോമിൽ നമുക്കൊരു ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ഫോഴ്സിനെ നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഹിയർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ Gmm/r² എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടോർക്ക് എന്ന് പറയുന്നത് എന്ത് വരും? ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ടോർക്ക് ഈസ് ആർ ക്രോസ് എഫ്. സോ ഹിയർ ദിസ് ഈസ് ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് F(r) ആർ ക്യാപ്പ് ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്കറിയാം ഇതിന് നമുക്ക് F(r) ആർ ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0 ആയിരിക്കും. സോ ഒരു സെൻട്രൽ ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ടോർക്ക് 0 ആയിരിക്കും. ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. ദിസ് വിൽ ബി 0 ആൻഡ് ദിസ് ഇംപ്ലൈസ് J ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണെങ്കിൽ അവിടെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ സൺ പ്ലാനറ്റ് സിസ്റ്റം നമ്മൾ എടുക്കുന്നു. സോ ഞാൻ വീണ്ടും ആ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇതിൻ്റെ ഒരു ഫോക്കസിൽ ഇവിടെ സണ്ണുണ്ട്, ഇതിൽ പ്ലാനറ്റ് കറങ്ങുന്നുണ്ട്. സോ സപ്പോസ് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ഈ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് നമ്മൾ സപ്പോസ് R1 എന്ന് ഡിനോട്ട് ചെയ്യണം. ഈ വെക്റ്റർ R1 ആണെന്ന് ഡിനോട്ട് ചെയ്യുന്നു, പൊസിഷൻ വെക്റ്റർ ഓഫ് ദ പ്ലാനറ്റ് വിത്ത് റെസ്പെക്ട് ടു സൺ. അപ്പോൾ ഈ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നു. ഒരു സപ്പോസ് ഈ പോയിൻറ്റിനെ ഞാൻ A എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു അവസരത്തിൽ ഈ പ്ലാനറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബിയിലാണ്. അപ്പോൾ അത് സണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് സപ്പോസ് R2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ R1ഉം അതുപോലെ തന്നെ R2. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ കേസ് ഇതാണ്. ഈ ഒരു പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ഈ സണ്ണും അതുപോലെ തന്നെ പ്ലാനറ്റും തമ്മിലുള്ളത് എന്ത് ഫോഴ്സാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സെൻട്രൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇവിടെ ഈ എ എന്ന് പറയുന്ന പോയിൻറ്റിലുള്ള അല്ലെങ്കിൽ പ്ലാനറ്റ് എ എന്ന് പറയുന്ന പോയിൻറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ R1 ആണെന്ന് പറഞ്ഞു. സപ്പോസ് ഈ കേസിൽ പ്ലാനറ്റിൻ്റെ വെലോസിറ്റി V1 ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന പോയിൻറ്റിലുള്ളപ്പോൾ പ്ലാനറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ R2 ആണ്. ആ സമയത്ത് പ്ലാനറ്റിൻ്റെ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കുക. അപ്പം ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയതുകൊണ്ട് തന്നെ, സെൻട്രൽ ഫോഴ്സിൻ്റെ കേസിൽ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം. സപ്പോസ് നമ്മൾ പ്ലാനറ്റിൻ്റെ മാസ് ഞാൻ M എന്നെടുത്താൽ എയിലുള്ള പ്ലാനറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം mv1r1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു R2വിലുള്ള വെലോസിറ്റി V2 ആണ്. സോ mv2r2 ആണ്. അതായത് ഏത് പോയിൻറ്റുകൾ എടുത്താലും അവിടെയൊക്കെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ m ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ v1r1 ഈസ് ഈക്വൽ ടു v2r2 ആണ്. പക്ഷെ നമുക്കിവിടെ അറിയാം, ഇതിൽ ഈ ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ ആണ്, R2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? R2 ഈസ് ലെസ് ദാൻ R1 ആണ്. സോ R2 ലെസ് ദാൻ R1 ആണ്. പക്ഷേ V1r1 ഈസ് ഈക്വൽ ടു V2r2 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം V2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ V1 ആയിരിക്കണം. അപ്പോൾ V2 ഗ്രേറ്റർ ദാൻ V1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? V2 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് വെൻ ഇറ്റ് ഈസ് നിയർ ടു ദ സൺ ആണ്. അതേസമയം V1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് വെൻ ഇറ്റ് ഈസ് ഫാർദർ ഫ്രം ദ സൺ ആണ്. സോ V2 ഗ്രേറ്റർ ദാൻ V1 എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, ടു കൺസേർവ് ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം, എ പ്ലാനറ്റ് must move faster at its point of nearest approach to the sun that of its farthest approach. അതായത് പ്ലാനറ്റ് സണ്ണിനോട് അടുത്ത് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും, അതേസമയം പ്ലാനറ്റ് സണ്ണിൽ നിന്നും ദൂരെയാവുന്ന കേസിൽ അതിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സപ്പോസ് നമ്മൾ
സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള കേസ് എടുക്കുമ്പോൾ എർത്താണ് പ്ലാനറ്റായിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇൻ കേസ് ഓഫ് എർത്ത് its orbital velocity is 30.26 kilometer per second when it is nearest to the sun. സണ്ണിനോട് അടുത്ത് വരുമ്പോഴുള്ള എർത്തിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി ഇറ്റ് ഈസ് നിയറസ്റ്റ് ടു സൺ ആൻഡ് ഇറ്റ് ഈസ് 29.29 കിലോമീറ്റർ പെർ സെക്കൻഡ് when it is farthest from the sun. ഓക്കെ, അതായത് ഈ ഓർബിറ്റൽ വെലോസിറ്റിക്ക് സംഭവിക്കുന്ന ചേഞ്ചാണ്, സണ്ണിൽ നിന്നുള്ള ദൂരത്തിനനുസരിച്ച് ഓർബിറ്റൽ വെലോസിറ്റിക്ക് സംഭവിക്കുന്ന ചേഞ്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ സണ്ണ് ഒരു ഫോക്കസിലുണ്ട്, ഇവിടെ പ്ലാനറ്റ് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്ഹീലിയോൺ എന്ന് വിളിക്കും. ഹീലിയോൺ എന്ന് പറഞ്ഞാൽ സൺ എന്നാണ്, അപ്ഹീലിയോൺ. ആൻഡ് ദിസ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് പെരിഹീലിയോൺ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലാനറ്റിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്തത്. ഇതിനോട് സിമിലറാണ് നമ്മളിപ്പോൾ എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങുന്ന കേസ് എടുക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ എർത്തുണ്ട്, ഈ എർത്തിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഒരു സാറ്റലൈറ്റ് കറങ്ങുന്ന കേസ് നമ്മൾ വിചാരിക്കണം. ഇതും ഇതേപോലെ തന്നെയാണ്, നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് സിമിലറാണ്. അപ്പോൾ ആ കേസിൽ എർത്തിനോട് സാറ്റലൈറ്റ് ഏറ്റവും ദൂരെ വരുന്നത് ഇതാണ്, മാക്സിമം ഡിസ്റ്റൻസ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് അപ്പോജി. ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് എന്നാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് പെരിജി. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എർത്ത് ആൻഡ് ദ സാറ്റലൈറ്റ്, ദിസ് ഈസ് പെരിജി. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ പറഞ്ഞതാണ് പ്ലാനറ്ററി മോഷൻ അല്ലെങ്കിൽ ദ മോഷൻ ഓഫ് എ സാറ്റലൈറ്റ് അറൗണ്ട് എ പ്ലാനറ്റ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ദിസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. സോ ആൻഡ് ദിസ് ഇസ് അബൌട്ട് ഇറ്റ്. താങ്ക് യു.